ഹലോ നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പനീർ ഫ്രൈ ആണ്. ഇത് തവയിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പനീർ ഫ്രൈ ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്യണം. ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടിയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചതച്ചെടുത്ത 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തൈര്, നല്ല കട്ടിയായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റാണ് ഉപ്പൊക്കെ. ഇതിലേക്ക് 300 ഗ്രാം പനീർ ഇതുപോലെ നല്ല വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ചേർക്കേണ്ടായിരുന്നു, ഞാൻ മറന്നു പോയതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 പിഞ്ച് കസ്തൂരി മേത്തി ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ പൊടിക്കുകയാണെങ്കിൽ എളുപ്പം പൊടിഞ്ഞു കിട്ടും. അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് ആദ്യം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ എല്ലാ സൈഡിലും ഈ മസാല പിടിക്കുന്നത് പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ 20 മിനിറ്റ് അടച്ച് മാറ്റി വെക്കുവാണ്. ഈ സമയത്ത് ഞാൻ ഇവിടെ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുവാണ്. നോൺ സ്റ്റിക്കിൻ്റെ തവയായതുകൊണ്ട് കുറച്ച് എണ്ണ മതി. ഇതിലേക്ക് നമുക്ക് പനീർ പീസസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു സൈഡൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിടണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ കൂടെ ആ ബ്രഷിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. സ്പൂണിലാണെങ്കിലും ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഓരോ ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പം ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. വളരെ ശ്രദ്ധിച്ച് പതുക്കെ ഇട്ട് കൊടുക്കണം. ചിലപ്പോൾ പനീർ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് പതുക്കെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ 4 സൈഡ് ഇതിൻ്റെ ഒന്ന് ഈ അരപ്പൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പം നമ്മൾ ഒരു സൈഡ് ഡ്രൈ ആകും. അപ്പം ഡ്രൈ ആകുന്ന സൈഡിൽ ഇതുപോലെ ഓയിലൊന്ന് തേച്ച് കൊടുക്കണം. ഇവിടെ ഞാൻ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതുപോലെ 4 സൈഡൊക്കെ ഒന്ന് തിരിച്ച് വെച്ച് ഒന്ന് ഫ്രൈ എടുക്കുവാണ്. പനീർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാ സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ പനീർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണിത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? അതുപോലെ തന്നെ മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ച് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.